ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിങ്ങനെ നമുക്ക് ജിജി മൗസ് പ്രോ 2ൽ പ്രീമിയം എടുക്കുക എങ്ങനെ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ എനിവേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ജിജി മൗസ് പ്രോ 3 ഇറങ്ങി നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്തതിൽ ബെറ്റർ തോന്നിയത് 2 തന്നെയാണ്. കാരണം 3ൽ കുറേ ബഗ്ഗുകളും റീകോലും കാരണങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് ബെറ്ററായി തോന്നിയത് ജിജി മൗസ് പ്രോ 2 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ലൈഫ് ടൈം ആയിട്ട് എങ്ങനെ പ്രീമിയം എടുക്കാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നതൊക്കെ സ്കിപ്പ് ചെയ്താൽ ഭാഗങ്ങളൊക്കെ വിട്ടു പോകും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് നിങ്ങൾ അത് ഒറ്റ ഹെൽപ്പ് മതി. സോ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് അടിച്ചേക്കും. ഓക്കെ, നിങ്ങൾക്ക് യൂസ് ആയിക്കണമെങ്കിൽ വർക്കിംഗ് ആണെങ്കിൽ എന്ന് വെച്ചാൽ കമൻറ്റിൽ വന്നിട്ട് വർക്കിംഗ് എന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ജിജി മൗസ് പ്രോ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ മുന്നേ ജിജി മൗസ് പ്രോ പ്ലേ സ്റ്റോറിൽ നിന്ന് കയറ്റിയുണ്ട് വൈഫൈ ത്രൂ എല്ലാം അവിടെ എനേബിൾ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഒക്കെ ഓൾവേസ് ആക്കി ഒക്കെ വിടുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് കണക്റ്റ് ആക്കി വെക്കുക ആദ്യമേ. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് ഫാസ്റ്റ് കണക്റ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ കണക്റ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കാണുക, കറക്റ്റായിട്ട് പറഞ്ഞാൽ കേൾക്കും. ഓക്കെ, നമ്മൾ അടിയിൽ വന്നിട്ട് അക്കൗണ്ട് എടുക്കുന്നു, എന്നിട്ട് ലോഗിൻ വെക്കുന്നു. എന്നിട്ട് നമ്മൾ പക്ഷേ നിങ്ങളടുത്തുള്ള ഇമെയിൽ കൊടുക്കരുത്, മുന്നുള്ള ഇമെയിൽ കൊടുക്കരുത്. ഓക്കെ, ഒരു പുതിയ നോ അക്കൗണ്ട് സൈൻ അപ്പ് ന്യൂ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പം ഞാൻ എന്ന് വെച്ചാൽ ജിജി മൗസ് പ്രോയിൽ ആരും കൊടുക്കാത്തൊരു ഇമെയിൽ, അത് നിങ്ങൾ ID പാസ്, അതിൻ്റെ ID പാസ് നിങ്ങൾ മാർക്ക് ചെയ്യരുത്. ഓക്കെ, ഇമെയിലും പാസ്വേഡും മറക്കരുത്. അപ്പോൾ ഇതിൽ പുതിയതായി ക്രിയേറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഇവിടെ ഒന്ന് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് ഗോയ്സ്, അതാണ് ഇമെയിലിൻ്റെ ഇത്. ഓക്കെ, ഇനി ഇതടിച്ചാൽ ലോഗിൻ ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ ചിലപ്പോൾ ഇത് യൂസാക്കിയൊന്നും വരില്ല. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുക. ഇനി ഇവിടെ പാസ്വേഡാണ് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ പാസ്വേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, അങ്ങനെ ഞാനിവിടെ പാസ്വേഡ് അടിച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് സൈൻ അപ്പ് ന്യൂ കൊടുക്കും. ഓക്കെ, സൈൻ അപ്പ് ന്യൂ ഞെക്കിയതിൻ്റെ ശേഷം വേറെ ഒന്നും കാട്ടരുത്, നേരെ ക്ലോസ് നിൽക്കുക. ഓക്കെ, ഞെക്കിയതിൻ്റെ ശേഷം ഒന്നും പാടി ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മളിവിടെ ഗെയിം ആഡ് ചെയ്യാം. ഞാനിവിടെ ഫ്രീ ഫയർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഡൺ കൊടുക്കുക, ലോഞ്ച് നിൽക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജിജി മൗസ് പ്രോയിലെ പ്രീമിയം എനേബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഓക്കെ, എല്ലാ സാധനങ്ങളും ഇവിടെ എനേബിൾഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഓഫ് ആക്കാൻ നിങ്ങൾക്ക് ആരെയും വിചാരിക്കും ഞാൻ ഓഫാക്കാൻ അറിയില്ലെങ്കിൽ ഓരോ സാധനങ്ങൾക്കും ഓരോന്നാണ്. ഓക്കെ, ഇനിയിപ്പോൾ HUD പോകണമെങ്കിൽ സെറ്റിങ്സ് വരിക, ബേസിക് വരിക, ഇവിടെ ഷോ HUD എന്നുണ്ടാവും. ഇത് ഓഫാക്കി വെച്ചാൽ അത് പോയിട്ടുണ്ടാവും. ഇനി മൗസിൻ്റെ നടുവത്ത് ക്രോസ് ഹെയർ, അത് പോകണമെങ്കിൽ സെറ്റിങ്സ് എടുക്കുക, ഇവിടെ ക്രോസ് ഹെയർ എന്നുണ്ടാവും. ഇത് ക്രോസ് ഹെയർ സെറ്റിങ്സ്, അത് ഓഫാക്കി വെക്കുക, അതും പോയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അടിയത്തെ സൈഡത്തെ സാധനങ്ങളൊക്കെ പോകണമെങ്കിൽ ഇവിടെ വേറെ സാധനം സെറ്റിങ്സ് വരിക, ഡിവൈസ് ഇൻഫോ, അത് എടുത്തിട്ടിൻ്റെ ശേഷം ഇവിടെ എനേബിൾ ടു വെക്കാം. ഓക്കെ, അപ്പോൾ അത് പോയിട്ടുണ്ട്. ഇതെന്താ സംഭവം വെച്ചാൽ ഇതൊരു റീകോല് വരാതിരിക്കാനുള്ള സംഭവമാണ്. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നെക്സ്റ്റ് വീഡിയോ വരും. സോ ഗൈസ്, കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്ത് നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് വർക്കിംഗ് വിടുക. അതുപോലെ സെൻസിറ്റീവിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. റീകോലില്ലാത്തൊരു സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ റിവീലാക്കാൻ നമ്മൾ പോവുകയാണ്. സോ എനിവേ എല്ലാവരും കൂടെ നിൽക്കാം. നമ്മളെ പഴയ ചാനൽ അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയാൽ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും അടിച്ച് പൊളിക്ക്. ഇനി എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ജിജി മൗസ് പ്രോൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റ ID ആയിട്ട് കോൺടാക്ട് ചെയ്യുന്ന അടിയിൽ കൊടുക്കാം, ഇൻസ്റ്റ ID കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.